ഇർഷാദ് കൂടി ചേരുന്നുണ്ട്. എംപ്ലോയീസ് അസോസിയേഷൻ നേതാവാണ്. ഇർഷാദ്, ഇപ്പോൾ കോടതിയിൽ വളരെ കൃത്യമായി കമ്മീഷനെതിരെ കോടതി പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പിടിവാശി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് എല്ലാ വോട്ടർമാർക്കും വോട്ടവകാശം നിർവഹിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കമ്മീഷന്റെ ഉത്തരവാദിത്തം. എന്തുകൊണ്ടാണ് അത് നിർവഹിക്കാത്തത് എന്നുള്ള വളരെ കാതലായ ചോദ്യം കോടതി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ 20,000 പേർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമെന്ന്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷേധാത്മകമായ നിലപാടുകൾ കോടതി കൂടി അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിൽ നിന്നും ആ ഒരു നിലപാടിൽ നിന്നും മാറി ജീവനക്കാരുടെ ഈ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നിയോഗിക്കപ്പെട്ടവർക്ക് പോലും വോട്ടവകാശം നിഷേധിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒട്ടും നിവൃത്തിയില്ല. വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ ജീവനക്കാർക്ക് വോട്ടവകാശം അനുവദിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകുന്നതല്ല. തീർച്ചയായിട്ടും ആ ഒരു വോട്ടവകാശം ജനാധിപത്യത്തിന്റെ നിർവഹണത്തിന് പൗരന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമായിട്ടുള്ള വോട്ടവകാശം അത് പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള നടപടികളാണ് സാങ്കേതികത്വം പറയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ എന്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ദുരൂഹമാണ്. SIRന്റെ കാര്യത്തിൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാടുകൾ തന്നെയാണ്. വോട്ട് ചെയ്യണ്ട, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ളവർക്ക് പോലും വോട്ടവകാശം കൊടുക്കണ്ട എന്നുള്ള നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഒരു കാരണവശാലും ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിനോ അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ജനാധിപത്യത്തിൽ പരമപ്രധാനമായിട്ടുള്ള പൗരന്റെ ഈ അവകാശം സംരക്ഷിക്കപ്പെടുന്നതിന് കോടതി ഇടപെടൽ സഹായകരമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ എസ് ഇർഷാദ്, സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നേതാവ് പ്രതികരിച്ചതിന്. ഏതായാലും കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. പ്രധാനമായും റൂൾ 27 പ്രകാരം കൗണ്ടിങ്ങിന്റെ തലേന്ന് വരെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത് അനുവദിക്കാത്തത് എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ 20,000 പേർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടരുത്, എന്തിനാണ് പിടിവാശി എന്നുള്ള വളരെ കൃത്യമായ ചോദ്യം കോടതി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കമ്മീഷൻ എടുക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് ഇടപെടാൻ പരിമിതിയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള നിലപാടാണ് കമ്മീഷൻ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി എക്സിറ്റ് പോളൊക്കെ വരാനിരിക്കുന്നു. തുടർന്ന് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അവസരം കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊക്കെയാണ് കമ്മീഷൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 20,000 പേർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാക്കുക എന്നുള്ള കടമ കമ്മീഷൻ നിർവഹിക്കണം. അതിൽ വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ